ബീബി ഖാനും മോസ്കിന്റെ സമീപത്തേക്ക് നടന്നു. പടികളിൽ ധാരാളം ടൂറിസ്റ്റുകൾ വന്നിരിപ്പുണ്ട്. ടൂർ ഗൈഡുകൾ ഈ കാഴ്ച കാണിച്ച് അതിന്റെ കഥകൾ വിവരിച്ചു കൊടുക്കുന്നു. അമീർ തിമൂർ പണിത കാലത്ത് ഈ മോസ്ക് ഇങ്ങനെയായിരുന്നില്ല. ഇത്ര തന്നെ വലിപ്പമുണ്ടായിരുന്നെങ്കിലും ഇതിലെ അലങ്കാരപ്പണികളൊക്കെ പല കാലഘട്ടങ്ങളിലേതാണ്. മോസ്കിന്റെ മാസ്റ്റർ പ്ലാൻ തിമൂറിൻ്റേത് തന്നെയായിരുന്നത്രേ. അദ്ദേഹം വാസ്തുശില്പകലയിൽ പ്രാവീണ്യമുള്ള ആളൊന്നുമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം പണിത പല ഭാഗങ്ങളും നിർമ്മാണഘട്ടത്തിൽ തകർന്നു വീണിരുന്നു. പിന്നീട് കൂടുതൽ വിദഗ്ധരായ ആർക്കിടെക്റ്റുകളെ തിമൂർ നിയമിക്കുകയും ചെയ്തു. ഇവിടെ എത്തിയാൽ ഫോട്ടോഗ്രാഫർമാർക്ക് ഉത്സവമാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് ഈ ഷെയ്ഡ് ഉള്ളിടത്തേക്കൊക്കെ ആളുകൾ എപ്പോഴും ഒതുങ്ങിക്കൂടി നിൽക്കും. നട്ടുച്ച നേരമാണ്. മോസ്കിന്റെ സമീപത്ത് ഖബറുകളാണെന്ന് തോന്നിക്കുന്ന ചില സ്മാരകങ്ങളുമുണ്ട്. അതിനു ചുറ്റുമൊക്കെ ഞാൻ നടന്നു. വെയിൽ കൊള്ളുന്നത് സഹിക്കവയ്യാത്തതുകൊണ്ട് രാകേഷ് ഒരു മരത്തണലിൽ വിശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ചുനേരമായി രാകേഷിനെ എന്റെ ക്യാമറയിൽ കാണാത്തത്. ഇത് മോസ്കിന്റെ മറ്റൊരു ഭാഗമാണ്. വലിയൊരു വാതിൽ. അതിലൂടെ അകത്തേക്കു കയറാം. ഇതൊക്കെ ഭാഗികമായി